എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് ഓർഡർ കിട്ടുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോകുന്നതും കസ്റ്റമറിൻ്റെ റിവ്യൂസും അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളല്ലേ കാണുന്നത്. അത് മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ എന്ന് പറയുന്നതാണ് ശരി. കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഓർഡർ തരുന്ന മിക്ക ആൾക്കാരും ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് മാത്രമേ ഷിപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ പോലും ഞാൻ നിങ്ങളോടും അത് തന്നെയാണ് പറഞ്ഞത്, ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സാധനം അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള ആൾക്കാർ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഈ ഒരു കാര്യത്തിന് ഇതുപോലെ ഒരു വശം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാര്യത്തിലോട്ട് കടക്കാം. ഞാൻ ഒരാൾ മാത്രമാണ് ഈ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതും നമുക്ക് അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് എല്ലാം സെറ്റാക്കി കൊടുക്കുന്നതും ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോകുന്നതും എല്ലാം ഞാൻ ഒരാൾ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പണി കൂടും. എത്രയും ഓർഡേഴ്സ് വരുമ്പോൾ എല്ലാം കൂടെ മൈൻഡിൽ നിന്നിട്ട് ചിലപ്പോൾ മറന്നു പോവുക ചെയ്യും. അതൊന്നല്ല ഇവിടെ വിഷയം. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, കസ്റ്റമർ ഒരു ഓർഡർ പറയുമ്പോൾ ഒരു റെഫറൻസ് പിക്ക് ആയിരിക്കും അയക്കുണ്ടാവുക. അത് നമ്മളെ പേജിൽ തന്നെയാണ് അധികം ആൾക്കാരും അയക്കല്. അതിൻ്റെ വേറെ കളേഴ്സ് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും മെസ്സേജ് അയക്കുണ്ടാവുക. അപ്പം നമ്മൾ മുന്നേ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞില്ലേ, മുന്നേ ചെയ്തതാകുമ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് ഏതൊക്കെ കളർ ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് വെക്കുന്നതാണ്. എനിക്കറിയാം എന്തായാലും ഇതിൻ്റെ കളർ ചേഞ്ച് ഇനിയിപ്പോൾ ആരെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ കളർ ചേഞ്ച് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ ഇതേപോലെ ഞാൻ ചെയ്തൊരു ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് അതൊന്ന് നിർത്തി കാണിക്കാമോ, മീൻസ് ഞാൻ ചെയ്ത വർക്ക് തന്നെയാണ്, സെയിം തന്നെയാണ്, അതിൻ്റെ കളർ മാത്രമേ ഒന്ന് ചേഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അതൊന്ന് നിർത്തി കാണിക്കാമോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നമ്മളിവിടുത്തെ പരാഗിലത്തെ ഞാനിപ്പോൾ വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ പോയിട്ട് ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് ഷോപ്പിലേക്ക്. അപ്പോൾ പോയിട്ട് നിർത്തി കാണിക്കാൻ വേണ്ടി പറ്റില്ല, നമുക്കൊരു കൺഫർമേഷൻ ഇല്ലാതെ നമുക്ക് അവിടെ പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ പരാഗിലത്തെ ഷോപ്പിലത്തെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വാട്സാപ്പിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ ഒരു നിർത്തിയാണ്ടുള്ള ഒരു ഫോട്ടോ അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാനത് കസ്റ്റമറിന് അയച്ചു കൊടുത്തപ്പോൾ അവർ വേറെ കളർ പറഞ്ഞു, അതിൽ അത് നിർത്തി കളിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. ഈ ഒരു കസ്റ്റമറിന് ഈ ഡ്രസ്സ് അർജൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ സാധനം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 വീക്ക് കൊണ്ട് എനിക്ക് എന്തായാലും പറ്റില്ല. 1 വീക്ക് കൊണ്ട് നമ്മൾ അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് സ്റ്റിച്ചിങ് കഴിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവരൊരു കൺഫർമേഷൻ ഇപ്പം തന്നെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ക്ലോത്ത് എടുത്തിട്ട് 2 ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഫോട്ടോയിൽ കാണുന്ന കളർ തന്നെയാണ് ശരിക്കും ഒറിജിനൽ കളറും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് കളർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അന്ന് എനിക്ക് ക്ലോത്ത് എടുക്കാനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ഡേറ്റിന് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിന് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞാൻ അപ്പോൾ ഓൺലൈനിൽ വരാം, നിങ്ങൾ വിളിച്ചാൽ മതി, എന്നിട്ട് എനിക്ക് ഓർഡർ കൺഫേം ആണ്, ഞാൻ അപ്പോൾ പേയ്മെൻറ്റ് ഇട്ട് തരാം, ഒക്കെ സെറ്റാണെന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു ക്ലോത്ത് എടുക്കാൻ വേണ്ടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അപ്പോൾ പരാഗിലേക്ക് പോയത്, അല്ലാതെ ഈ ഒരു ഓർഡറിന് മാത്രമായിട്ട് ഞാൻ പോയതല്ല. അങ്ങനെ ഈ ഓർഡറിന് മാത്രമായിട്ട് പോകണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാതെ ഞാൻ പോവില്ല. അങ്ങനെ ഞാൻ ഷോപ്പിലോട്ട് പോയി. ഫസ്റ്റ് ഞാൻ ഈ ഒരു കസ്റ്റമറിന് ഫോട്ടോ കാണിച്ചു കൊടുക്കാമെന്ന് ഓർത്തു. എന്നിട്ട് ബാക്കിയുള്ളത് അവർ സെലക്ട് ആക്കുമ്പോഴത്തേന് ബാക്കി ക്ലോത്ത് ഞാൻ എടുത്തിട്ട് ഇതിമക്ക് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ഈ കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോഴൊന്നും റിപ്ലൈ കണ്ടില്ല. ഞാൻ വിളിച്ചിട്ട് ഒരു മെസ്സേജ് സീൻ ചെയ്ത് പോയി. അപ്പോൾ അവൾക്ക് ആ ഒരു ഡിസൈൻ വേണ്ട, വേറെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ ഈവനിങ് ആണ് ക്ലോത്ത് എടുക്കാൻ സാധാരണ പോകാറ്. കൊറിയർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഷോപ്പിലേക്ക് കയറാറാണ്. അവർക്ക് അവർ പറയുന്ന ക്ലോത്ത് നമ്മൾ നിർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടായി അതിന് റിപ്ലൈ തരുന്നുണ്ടാവുക. അവർ ചിലപ്പോൾ അവിടെ അങ്ങനെ മീൻസ് ഡിസ്കസ് ചെയ്യുമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ തരും, ഇതുമല്ല അത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് മാർക്ക് ചെയ്തയക്കും. എന്നിട്ട് ഞാൻ പിന്നെ അത് നിർത്തി കാണിക്കും. പിന്നെയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ റിപ്ലൈ തരും. പിന്നെ അപ്പോൾ ഭയങ്കര ടൈമായി. ഞാൻ എടുക്കാൻ വിചാരിച്ച ക്ലോത്തൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇവരെ മെസ്സേജിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് 6:30 ആയി, നല്ല ലേറ്റായി, ഇരുട്ടായി. ഞാനപ്പോൾ അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്കങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഓരിങ്ങനെ പറയുന്നുണ്ട് എനിക്കിത് അർജൻറ്റാണ്, ഞാൻ ഇപ്പോൾ പറയാം അർജൻറ്റാണ്, എന്താണ് ഇത് പെട്ടെന്ന് ചെയ്തു തരണം, ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് പറയാം, ഇതാക്കിയിട്ട് തരാം, നിങ്ങൾ പോകലിന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി ഞാൻ ക്ലോത്ത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇനിയൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അപ്പോൾ തന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, നല്ല ലേറ്റ് ആയിക്കണ്, ഞാൻ കുറേ നേരമായില്ല ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പെട്ടെന്നൊന്ന് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി 2 വീക്ക് കഴിഞ്ഞിട്ട് വരും, അപ്പോൾ സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ നിൽക്കിയിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവരൊരു കളറ് സെലക്ട് ചെയ്തു. ആ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ, ആ കളറാണ് അവർ സെലക്ട് ചെയ്തത് ലാസ്റ്റ്. എൻ്റെ അത്രയും ടൈമും പോയി അവിടെ. അപ്പോൾ ഞാൻ എന്നാൽ ഓക്കെ ഈ ക്ലോത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പേയ്മെൻറ്റ് ഇപ്പോൾ നല്ല ലേറ്റ് ആയല്ലോ, അവളെ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് ഒരു 9 മണിയൊക്കെ ആവും, അപ്പോഴത്തേന് ഞാൻ ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ ഈ ക്ലോത്ത് എടുക്കുമെന്ന് ചോദിച്ചു. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വർക്ക് വരുന്നത് ഒരു ഷാറ പോലെ ചെയ്യാനാണ്, അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ക്ലോത്തിന് മാത്രമായിട്ട് തന്നെ 2500 ഒക്കെ വരും. പേയ്മെൻ്റ് ഒന്നും അവർക്ക് വിഷയമല്ല എന്ന് പറഞ്ഞു.
പക്ഷേ അവർക്ക് പെട്ടെന്ന് കിട്ടണം, അതാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്ന കണ്ടീഷൻ. ഈ നേരം ഞാൻ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ, അത്രയും ടൈം ആയിക്കണ്. ഞാൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അവിടെ ഉള്ളവരൊക്കെ എന്നെ നോക്കണം, സ്റ്റാഫുകളൊക്കെ പിന്നെ എന്നെ അറിയണതാണ്, വലിയ പ്രശ്നമില്ല. ഞാൻ അവരോട് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഈ ക്ലോത്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും എമൗണ്ട് അത് ഉണ്ട്. അപ്പോൾ അവരെ ഹസ്ബൻഡ് 9 മണിയൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ ക്ലോത്ത് എങ്ങനെയെങ്കിലും എടുക്കും, നിങ്ങളിപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 വീക്ക് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരണമെന്ന് അത്രയും ഞാൻ പറഞ്ഞ അവരോട് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഹാഫെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓരോ കയ്യിലാണ് പൈസ, അക്കൗണ്ടിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 500 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലോത്ത് എടുക്കാം, നമുക്ക് എന്തെങ്കിലും കൺഫർമേഷൻ വേണം, അതിനാണ് ഞാൻ 500 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് എടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇൻസ്റ്റയിലാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. പിന്നെ അവർ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് വേണേനും, ഞാൻ ഇന്ന് എന്തായാലും ചെയ്യും അത്രയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോൺ നമ്പർ അയക്കും. അപ്പോൾ അവരപ്പോൾ തന്നെ ഫോൺ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ 100 വട്ടം അവരോട് പറഞ്ഞത് ക്യാൻസൽ ചെയ്യാൻ എന്തായാലും പറ്റൂല. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ക്യാൻസൽ ചെയ്യില്ല, ഞാൻ എൻ്റെ ഫാമിലിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നത്, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടണില്ല, ആളിപ്പോൾ വർക്കിലായിരിക്കും, 9 മണിയാകും വീട്ടിൽ കയറാൻ, അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ അഡ്വാൻസ് പോലും വാങ്ങാതെ ഞാൻ ആ ക്ലോത്ത് അവിടെ നിന്ന് എടുത്ത്, എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടൊക്കെ അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നു, ക്ലോത്തിൻ്റെ ഫോട്ടോ ഒക്കെ പോലും ഓക്കെയാണ്, സെറ്റാണെന്നൊക്കെ പറഞ്ഞ്. വേറെ കുറച്ച് കാര്യങ്ങളുകൊണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം വിട്ടു. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ അവർ റിപ്ലൈ ഒന്ന് ആ ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ പറയാം മെസ്സേജ് പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഗൂഗിൾ പേ നമ്പറൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്ത് ഇപ്പോൾ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു 12 മണി ആയപ്പോഴും പിന്നെ പേയ്മെൻ്റ് ഒന്നും കാണാത്ത ഞാൻ പിന്നെയും ചോദിച്ച്. അപ്പോൾ ഒരു പറഞ്ഞ് ഇപ്പോൾ ചെയ്യുക, എൻ്റെ ആ നമ്പർ നിങ്ങൾ അയച്ച നമ്പർ പോയി നിങ്ങൾ ഒന്നുകൂടെ അയക്കുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു. പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാണ്ട്, ഇനിയിപ്പോൾ നാളായിട്ട് ചോദിക്കുക. എന്താ വെച്ചാൽ നമുക്ക് അവർ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം, അവർക്ക് 1 വീക്കിനുള്ളിൽ കിട്ടും. പിറ്റേ ദിവസം 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് 1 വീക്കിനുള്ളിൽ സാധനം വേണമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, അഡ്വാൻസ് ഇട്ടാൽ മതി, ഞാൻ എന്നിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ഇട്ടാൽ മതി, എന്നിട്ട് ഞാൻ ഷിപ്പ് ചെയ്യാം. എന്നിട്ട് അപ്പോഴും അവർ ഇതേപോലെ ഓക്കെ ഞാൻ ചെയ്യാം കേട്ടോ, ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയക്കുമോ, പിന്നെയും ഗൂഗിൾ പേ നമ്പർ ചോദിക്കണം. അവരെന്താ അങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് ഇതുവരെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഗൂഗിൾ പേ നമ്പർ അവർക്ക് അയച്ചു. ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് 1 വീക്കിനുള്ളിൽ സാധനം വേണ്ടേ, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ അവരോട് പറയേണ്ട പോലെ ചെയ്യും എന്തായാലും ചെയ്യും എന്നൊക്കെ പറയണം. എന്നിട്ട് നൈറ്റ് അതുവരെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞ് ഹസ്ബൻഡിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കത് കേട്ടപ്പോൾ ആകെ സങ്കടമാണോ ദേഷ്യമാണോ എന്താ വരുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഞാൻ അവരോട് 100 വട്ടം പറഞ്ഞതാണ് ക്യാൻസൽ ചെയ്യരുത്, പോലും ഓക്കെ എല്ലാവരോടും ചോദിച്ചിട്ടാണ് എടുത്തത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തിട്ട് എനിക്കാണെങ്കിലോ ഈ ഒരു ക്ലോത്തോട് ഒന്നും ചെയ്യാനും വയ്യ. കാരണം അവർ സെലക്ട് ചെയ്ത ഒരു കളർ എല്ലാവരും അങ്ങനെ എടുക്കണ കളറല്ല. ഞാൻ ആ കളർ അവർ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഈ കളറ് ഒരു ചെയ്താൽ രസം ഉണ്ടാവുമെന്ന് വരെ ഞാൻ ചോദിച്ചു. ആൾക്ക് അതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പറഞ്ഞതല്ല, എനിക്കിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ക്ലോത്ത് ഇട്ട് എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഹസ്ബൻഡ് സമ്മതിച്ചില്ല, ഹസ്ബൻഡിന് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കും ഇത് ഇനിയും ഉപകാരപ്പെടുമല്ലോ, നിങ്ങൾക്ക് ഇനി ഓർഡർ വരുമ്പോൾ അതായിട്ട് അടിച്ചാൽ പോരേന്ന് പറഞ്ഞു. നമുക്ക് ഉപകാരപ്പെടേണ്ട നമുക്ക് അധികം ഓർഡർ വരുന്നത് കസ്റ്റമൈസേഷനാണ്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ക്ലോത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതും. എല്ലാ കസ്റ്റമറിനും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. ഇനിയിപ്പോൾ അഥവാ ഇത് ഇഷ്ടപ്പെട്ടാൽ തന്നെ ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ഓർഡർ കിട്ടുക എന്നറിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് വണ്ണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലോത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ തന്നെ കൂട്ടിയിട്ട് കുറച്ചും കൂടെ ക്ലോത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ പോകുമ്പോൾ ഈ ക്ലോത്ത് അവിടെ ഉണ്ടാവുമെന്നും അറിയില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കിതിൻ്റെ മുന്നേ ഇതേപോലെ 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര എമൗണ്ടിൻ്റെ അല്ലായിരുന്നു, അതാകെ കുറച്ച് എമൗണ്ടിൻ്റെ മാത്രമായിരുന്നു. എല്ലാ കസ്റ്റമറും ഇതേപോലെ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഷിപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഇതുണ്ടായതോടെ എൻ്റെ ഇത് ചെയ്യാനുള്ള മൂഡേ പോയി. അതങ്ങനെയാണല്ലോ, നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ നമുക്ക് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. അവർ ഇൻസ്റ്റയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവർക്കൊന്ന് ഒരു തന്ന നമ്പറിലൊന്ന് കോൾ ചെയ്ത് നോക്കി. എനിക്ക് നമ്മളെ ഭാഗം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ കോൾ ചെയ്തപ്പോൾ കോൾ പോണില്ല, റിങ്ങയും കട്ടാവും. മേ ബി അവരെന്നെ ബ്ലോക്ക് ചെയ്തതാവാം. അതേപോലെ സ്റ്റിച്ചിങ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. എനിക്ക് കുറച്ച് വിശാല മനസ്കതായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പണി കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മളെ കസ്റ്റമറിന് അത്ര വിശ്വാസമില്ല നമ്മളേന്ന് കൂട്ടിക്കും. അഡ്വാൻസ് ഇടുക, ഫുൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയതിൻ്റെ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് പറയാൻ കാരണം നമ്മൾ അയക്കോ ഇല്ലേ എന്നുള്ളൊരു വിശ്വാസക്കുറവുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ട് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കി വെക്കാം. എന്നിട്ട് കൊറിയർ അയച്ച് പാക്ക് ചെയ്ത് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുക.
നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറച്ച് വിശ്വാസം വരും. കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യും, മീൻസ് നമ്മൾ കൊറിയർ ബുക്ക് ചെയ്യും, അതിന് നമുക്കൊരു സ്ലിപ്പ് കിട്ടും. അതിൻ്റെ ഒപ്പം ആ സ്ലിപ്പിൻ്റെ ട്രാക്കിംഗ് ഐ ഡിയും അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പറയാം നമ്മളിവിടെ ഷിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇനി ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷമേ നമ്മൾ കൊറിയർ ഓഫീസിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കൊരു വിശ്വാസമല്ലോ, നമ്മൾ പാക്ക് ചെയ്തു കൊറിയർ അയക്കണ്ടെങ്കിൽ പോലെ പേയ്മെൻറ്റും കൂടെ ചെയ്താൽ കൊറിയർ ഇവിടെ നിന്ന് പോവും. അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് മീൻസ് സാധനങ്ങൾ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാറ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ ശേഷം എനിക്കത്ര വിശാല മനസ്കത ഇല്ല. ഞാൻ അവരങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും പറ്റൂല എന്ന് തന്നെ ഞാൻ പറയും. നോക്കട്ടെ എന്നോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമോ എന്ന് ഉറപ്പുണ്ടോ അങ്ങനെയൊന്നും ചോദിക്കുമ്പോൾ പറ്റൂല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ ക്ലോത്ത് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഞാനത് കുറേ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തു, അവർക്ക് ആർക്കും ആ കളർ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു പ്രശ്നം അങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പ്രശ്നം ഇതിനെക്കാട്ടി വലിയതുണ്ടായിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ സൈസിൻ്റെ പ്രശ്നം. അത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഓൺലൈനിലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. അതെന്താ ഉണ്ടായതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കേട്ടോ.